അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. സാധാരണ രീതിയിൽ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ജാഹിലിയ കാലഘട്ടത്തിലെ സൂക്കുകളും യുദ്ധങ്ങളും ജസീറത്തുൽ അറബിലെ മംലക്കകളുമാണ് പറയുന്നത്. അസ്വാഖുൽ അറബ്, അറബികളുടെ സൂക്കുകൾ: സൂക്ക് ഉക്കാല്, സൂക്ക് മജന്ന, സൂക്ക് ദുൽമജാസ്, സൂക്ക് ദൂമത്തുൽ ജുന്തൽ, സൂക്കുൽ മിർബദ്. സൂക്ക് ഉക്കാല്, ഉക്കാല ചന്ത. ഉക്കാൽ ഖരിയത്തുൻ തഖഉ ബൈന നഖ്ല വ ത്വായിഫ്. നഖ്ലയുടെയും ത്വായിഫിന്റെയും ഇടയിലാണ് ഉക്കാല ഗ്രാമം ഉള്ളത്. ക്രിസ്താബ്ദം 540 അതൊരു ചന്തയായി മാറ്റിയത്. സുമ്മ ബഖയത് ഫിൽ ഇസ്ലാം ഇല അൻ നഹബഹ അൽ ഖവാരിജ്. പിന്നീട് ഖവാരിജുകൾ കൊള്ളയടിക്കുന്നതുവരെ ഇസ്ലാമിക കാലഘട്ടത്തിലും ഉക്കാല ചന്ത നിലനിന്നിരുന്നു. മിൻ അഷ്ഹുരി അസ്വാഖിൽ ജാഹിലിയ. ജാഹിലിയ കാലഘട്ടത്തിലെ ഏറ്റവും പ്രശസ്തി നേടിയ ചന്തയാണ് ഉക്കാല ചന്ത. തൂറഫു മലിക്കത്തിൽ അസ്വാഖ്. ചന്തകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്നു. തുഖാമു മിൻ അവ്വലി ദിൽഖഅദ ഇലൽ ഇശ്രീൻ. ദുൽഖഅദ 1 മുതൽ 20 വരെയാണ് ഉക്കാല ചന്ത നിലനിന്നിരുന്നത്. സൂക്ക് മജന്ന. മൗളിഉ അസ്ഫലു മക്ക അല അംയാൽ മിൻഹ. മക്കയിൽ നിന്ന് കുറച്ച് മൈലുകൾ മാത്രം വിദൂരത്ത് താഴെ ഭാഗത്താണ് സൂക്കുൽ മജന്ന സ്ഥിതി ചെയ്യുന്നത്. യുഖാമു ലി മുദ്ദത്തി അശ്റത്ത അയ്യാമി മിൻ ആഖിരി ഷഹ്രി ദിൽഖഅദ. ദുൽഖഅദയിലെ അവസാനത്തെ 10 ദിവസമാണ് സൂക്ക് മജന്ന ഉണ്ടായിരുന്നത്. ഹാദിഹി സൂക്ക് ലി ഖബീലത്തി കിനാന. കിനാന ഗോത്രക്കാരുടെ സൂക്കായിരുന്നു സൂക്ക് മജന്ന. മറ്റൊരു സൂക്കാണ് സൂക്ക് ദുൽമജാസ്. അന്നഹു മൗലിഉ ബി മിന ഖൽഫ അറഫാത്ത്. അറഫകൾക്ക് പിന്നിലായിട്ട് മിനയിലായിരുന്നു സൂക്ക് ദുൽമജാസ് സ്ഥിതി ചെയ്തിരുന്നത്. വഹുവ സൂക്കു ഖബീലത്തി ഹുദൈൽ. ഹുദൈൽ ഗോത്രക്കാരുടെ ചന്തയായിരുന്നു ദുൽമജാസ്. ഹുവ മിൻ അഹമ്മിൽ അസ്വാഖ് അല്ലത്തി കാന യൽതഖി ഫിഹാ ഖവാഫിലു തുജ്ജാർ. കച്ചവട സംഘം കണ്ടുമുട്ടുന്ന ചന്തകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു ദുൽമജാസ്. സൂക്ക് ദൂമത്തുൽ ജുന്തൽ. യഖഉ ഫി മദീനത്തിൽ ജൗഫ് ഫിൽ മംലക്കത്തിൽ അറബിയത്തി സഊദിയ. സൗദി അറേബ്യയിലാണ് സൂക്ക് ദൂമത്തുൽ ജുന്തൽ ഉള്ളത്. യുഅദ്ദു മിൻ അവ്വാഇലി അസ്വാഖിൽ അറബിൽ കുബ്ര വല്ലത്തി കാനത്ത് ലഹ മകാനത്തുൻ സഖാഫിയത്തുൻ വഖ്തിസാദിയ കബീറ ഖുബൈലുൽ ഇസ്ലാം. ഇസ്ലാമിനു മുമ്പ് സാമ്പത്തികമായും സാംസ്കാരികമായും വലിയ സ്ഥാനമുള്ള അറബികളുടെ വലിയ ചന്തകൾപ്പെട്ട ഒരു ചന്തയായിരുന്നു സൂക്ക് ദൂമത്തുൽ ജുന്തൽ. യുഅഖദു അവ്വല അയ്യാമി ഷഹ്രി റബീഉൽ അവ്വൽ മിൻ കുല്ലി സന വയസ്തമിറു ഹത്താ മുൻതസിഫു ഷഹ്ർ. എല്ലാ വർഷവും റബീഉൽ അവ്വൽ മാസം 1 മുതൽ പകുതി വരെയായിരുന്നു സൂക്ക് ദൂമത്തുൽ ജുന്തൽ ഉണ്ടായിരുന്നത്. സൂക്കുൽ മിർബദ്. അൽ മിർബദ് ഔ മിർബദിൽ ബസ്വറ ഔ സൂക്കുൽ മിർബദ് സൂക്കും മിനൽ അസ്വാഖിൽ ഖദീമ ഫിൽ ബസ്വറ. ബസറയിലെ പഴയ ചന്തകൾപ്പെട്ട ഒരു ചന്തയായിരുന്നു സൂക്കുൽ മിർബദ്. അൽ മിർബദ്, മിർബദിൽ ബസറ, സൂക്കുൽ മിർബദ് എന്നീ പേരുകളിലെല്ലാം അറിയപ്പെട്ടിരുന്നു. യുബ്അദു അൻ മദീനത്തിൽ ബസ്ര സലാസത്തി അംയാൽ. ബസ്രയിൽ നിന്ന് 3 മൈലുകൾ വിദൂരത്തായിരുന്നു സൂക്കുൽ മിർബദ്. കാനത്ത് തുഖാമു ഫീഹി മുബാരസാത്തുൻ ഫി ശിഅരി ബൈനൽ ഫറസ്ദഖ് വ ജരീർ ഉരിഫത് ബി ശിഅരിൻ നക്കായിൽ. ഷീറുൻ നക്കായിൽ എന്നറിയപ്പെടുന്ന ഫറസ്ദഖിന്റെയും ജരീറിന്റെയും കവിതകൾ പോരാടിയിരുന്നതും മത്സരിച്ചിരുന്നതെല്ലാം സൂക്കുൽ മിർബദിൽ വെച്ചായിരുന്നു. കാന ഫിൽ ജാഹിലിയ ഹത്താ അസ്രിൽ ഖുലഫാ സൂക്കൻ ലിൽ ഇബിൽ വ കാനത്ത് തുഹ്ബസു ഫീഹിൽ ഇബിൽ വലിദാലിക സുമ്മി ബിൽ മിർബദ്. ജാഹിലിയ കാലഘട്ടം മുതൽ ഖുലഫാഉ റാഷിദീങ്ങളുടെ കാലഘട്ടം വരെയും ആ ഒരു സമയത്ത് ഒട്ടകങ്ങളുടെ ചന്തയായിട്ടാണ് സൂക്കുൽ മിർബദ് അറിയപ്പെട്ടിരുന്നത്. ഒട്ടകങ്ങളെ കെട്ടിയിട്ടിരുന്നൊക്കെ ഒരു ചന്തയായിരുന്നു. അതിന്റെ പേരിലാണ് അൽ മിർബദ് എന്ന പേര് വന്നിട്ടുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗമാണ് അൽ ഹുറൂബ് ഫിൽ അസ്രിൽ ജാഹിലി. ജാഹിലിയ കാലഘട്ടത്തിലെ യുദ്ധങ്ങൾ. ഹർബുൽ ബസൂസ്, ഹർബു ദാഹിസ് വൽ ഗബ്രാ, ഹർബുൽ ഫിജാർ, ഹർബു ദീഖാർ. ഹർബുൽ ബസൂസ് ഔ ഹർബുൽ ബത്രാ. ഹർബുൽ ബസൂസിന്റെ മറ്റൊരു പേരാണ് ഹർബുൽ ബത്രാ എന്ന്. ഹിയ ഹർബുൻ ഖാമത്ത് ബൈന ബിക്ർ വ തഗ്ലബ്. ബിക്ർ, തഗ്ലബ് ഗോത്രങ്ങൾക്കിടയിലായിരുന്നു ഹർബുൽ ബസൂസ് ഉണ്ടായിരുന്നത്. ഇർത്തബത്തത് ഹർബുൽ ബസൂസ് ബി ഇസ്മി ഇമ്രഅത്തിൻ.
ഒരു സ്ത്രീയുടെ നാമവുമായി ബന്ധപ്പെട്ടാണ് ഹർബുൽ ബസൂസ് ഉള്ളത്. യുദ്കറു അന്ന ഉമ്മു ജസാസ് ബിൻ മുറ വഹിയ ഉഖ്തുൽ ബസൂസ് സാറത്തുഹ ദാത്ത യൗമിൻ. ഹർബുൽ ബസൂസ് ഉണ്ടാകാൻ ഇടയായ സംഭവമാണ് വിവരിക്കുന്നത്. ഒരിക്കൽ ബസൂസിന്റെ സഹോദരിയായ ജസാസ് ബിൻ മുറയുടെ ഉമ്മ ബസൂസിന്റെ അടുത്തേക്ക് വന്നു. വക്കാന ലദൽ ബസൂസ് ജാറുൻ ഇസ്മുഹു സഅദ് ബിൻ ഷംസ് വക്കാന യംലകു നാഖ. ബസൂസിന്റെ അടുക്കൽ സഅദ് ബിൻ ഷംസ് എന്ന ഒരു അയൽവാസി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഒരു ഒട്ടകമുണ്ടായിരുന്നു. ഈ ഒരു സമയത്ത് തഅറളത്ത് നാഖതഹു ലിമർആ കുലൈബ്. ബസൂസ് അയൽവാസിയുടെ ഒട്ടകത്തെ കുലൈബിന്റെ മേച്ചിൽപ്പുറത്തേക്ക് അഴിച്ചുവിട്ടു. ഫളറബ കുലൈബ് അന്നാഖത ശദീദൻ. അങ്ങനെ കുലൈബ് ആ ഒട്ടകത്തെ വളരെ ശക്തിയായി അടിച്ചു. വആദത്തിൻ നാഖ ഇലാ സാഹിബിഹ വളിർഇഹ മുഖ്തലിതൻ ബില്ലബനി വദ്ദം. പിന്നീട് രക്തവും പാലും കലർന്ന അകിടുമായി തന്റെ ഉടമയുടെ അടുത്തേക്ക് ഒട്ടകം മടങ്ങി വരുന്നു. വഇൻദമാ ശാഹദഹ സാഹിബുഹ അസ്റഅ ഇലൽ ബസൂസ്. ഉടമ ഇത് കണ്ട സമയത്ത് ബസൂസിന്റെ അടുത്തേക്ക് പോകുന്നു. വഅത്ലഅഹ അലൽ ഖിസ്സ. എന്നിട്ട് കഥ വിവരിച്ചു കൊടുക്കുന്നു. സുമ്മ അഖദത് തസ്വീഹു വതഖൂൽ. വാദല്ല. പിന്നീട് ബസൂസ് നിലവിളിക്കുന്നുണ്ട്. വഇൻദമാ സമിഅഹ ഇബ്നു ഉഖ്തിഹ സാറത്ത് സായിറതുഹു. ഇത് കേട്ടപ്പോൾ തന്റെ സഹോദരിയുടെ മകൻ പ്രതികാരം തീർത്തു. ഖാമ ജസാസ് ബിൻ മുറ ബിഖത്ലി കുലൈബ് ബിൻ റബീഅ. സഹോദരിയുടെ മകനായിട്ടുള്ള ജസാസ് ബിൻ മുറ കുലൈബ് ബിൻ റബീഅയെ കൊന്നു. അദ്ദാ മഖ്തലി കുലൈബ് ഇലാ ഹർബിൻ തോഹിന. കുലൈബ് ബിൻ റബീഅയുടെ കൊലപാതകം ഒരു വലിയ യുദ്ധത്തിന് കാരണമായി. ഹാദിഹിൽ ഹർബ് ഇസ്തമറത് ഹവാലൈ 40 ആമൻ. ഏകദേശം 40 വർഷത്തോളം നീണ്ടുനിന്ന യുദ്ധമായിരുന്നു ഹർബുൽ ബസൂസ്. കാന ബത്ലുഹ മുഹൽഹിൽ ബിൻ റബീഅ തഗ്ലബി. ഈ ഒരു യുദ്ധത്തിന്റെ ഹീറോ ആയിട്ട് അറിയപ്പെടുന്നത് മുഹൽഹിൽ ബിൻ റബീഅ തഗ്ലബിയാണ്. ഇവിടെ കുലൈബ് ബിൻ റബീഅ ആ ഒരു ഒട്ടകത്തെ വളരെ ശക്തിയായി അടിച്ച് മുറിവേൽപ്പിച്ചു എന്നും മറ്റൊരു റിപ്പോർട്ടിൽ കൊന്നു എന്നും കാണാം. ഹർബു ദാഹിസ് വൽ ഗബ്ര ഹർബു സിബാക്ക്. ഹർബു ദാഹിസ് വൽ ഗബ്രാന്റെ മറ്റൊരു പേരാണ് ഹർബു സിബാക്ക്. വഖഅത്ത് ബൈന ഖബീലത്തി അബ്സ് വ ഖബീലത്തി ദുബിയാൻ. അബ്സ് ദുബിയാൻ ഗോത്രങ്ങൾക്കിടയിലായിരുന്നു ഹർബു ദാഹിസ് വൽ ഗബ്ര ഉണ്ടായത്. ഇർതബത്തത് ഹർബു ദാഹിസ് വൽ ഗബ്ര ബി ഇസ്മി ഫർസൈൻ. ദാഹിസ് വൽ ഗബ്ര യുദ്ധം 2 കുതിരകളുടെ പേരുമായാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത്. ഇത്തഫഖ ഖൈസ് ബിൻ സുഹൈർ മിൻ അബ്സ് വ ഹുദൈഫ ബിൻ ബദർ മിൻ ദുബിയാൻ അലാ സിബാഖി ഫർസൈനി. അബ്സ് ഗോത്രത്തിലെ ഖൈസ് ബിൻ സുഹൈറും ദുബിയാൻ ഗോത്രത്തിലെ ഹുദൈഫ ബിൻ ബദറും തന്റെ കുതിരകളെ മത്സരത്തിനായി നിശ്ചയിച്ചു. ദാഹിസുലിൽ അബ്സി. അബ്സ് ഗോത്രത്തിന്റെ കുതിരയാണ് ദാഹിസ്. വൽ ഗബ്രാ ലി ദുബിയാനി. ദുബിയാൻ ഗോത്രത്തിന്റെ കുതിരയാണ് ഗബ്രാ. വജായിസതുഹു 100 മിനൽ ഇബിൽ. 100 ഒട്ടകത്തെയാണ് പ്രതിഫലമായി അവർ പ്രഖ്യാപിച്ചത്. അഖ്ഫ ഹുദൈഫ ബിൻ ബദർ റിജാലൻ ലിയുറദ്ദു ഫർസ് ഖൈസ് ബിൻ സുഹൈർ മിമ്മാ ജഅലൽ ഗബ്ര തസ്ബഖു ഫി നിഹായ. ഹുദൈഫ ബിൻ ബദർ ഖൈസ് ബിൻ സുഹൈറിന്റെ കുതിരയെ തുരത്താൻ വേണ്ടി കുറച്ചാളുകളെ ഒളിവിൽ നിശ്ചയിച്ചു. മിമ്മാ ജഅലൽ ഗബ്ര തസ്ബഖു ഫി നിഹായ. അവസാനം അത് ഗബ്ര കുതിര വിജയിക്കാൻ ഇടയായി. അദ്ദാ ഇലാ ഹർബിൻ തൊവീല. ഈ ഒരു സംഭവം വലിയൊരു യുദ്ധത്തിന് കാരണമാക്കി. ബദഅത് ബിഖത്ലി ഹുദൈഫ ദുബിയാനി അലാ യദി ഖൈസ് ബിൻ സുഹൈർ അബ്സി. ഖൈസ് ബിൻ സുഹൈർ അബ്സിയുടെ കരങ്ങളാൽ ഹുദൈഫ ദുബിയാനി കൊല്ലപ്പെട്ടു. ഇതുമൂലമാണ് അവരുടെ യുദ്ധത്തിന് തുടക്കം കുറിക്കുന്നത്. ഇസ്തമറത് ലി മുദ്ദത്തി 40 ആമൻ. ദാഹിസ് വൽ ഗബ്ര യുദ്ധവും ഏകദേശം 40 വർഷത്തോളം നീണ്ടുനിന്നു. ഇൻതഹത് ഹർബ് ദാഹിസ് വൽ ഗബ്ര ബി സുൽഹ് അല്ലദി ഖാമ ബിഹി അൽ ഹാരിസ് ബിൻ ഔഫ് വ ഹർമു ബിൻ സിനാൻ. ദാഹിസ് വൽ ഗബ്ര യുദ്ധം അവസാനിക്കുന്നത് ഹാരിസ് ബിൻ ഔഫും ഹർമു ബിൻ സിനാനും ചേർന്ന് ഉണ്ടാക്കിയ രഞ്ജിപ്പിലാണ്. ഹൈസു ദഫഅ മിൻ മാലിഹിമ ദിയാത്തുൽ ഖത്ല മിൻ ബനി അബ്സ് വ ബനി ദുബിയാൻ. ബനു ദുബിയാനിലെയും ബനു അബ്സ് ഗോത്രത്തിലെയും കൊല്ലപ്പെട്ട ആളുകൾക്കുള്ള പ്രായശ്ചിത്തം ഹർമു ബിൻ സിനാനും ഹാരിസ് ബിൻ ഔഫും നൽകി. ഹർമു ബിൻ സിനാനെയും ഹാരിസ് ബിൻ ഔഫിനെയും മദ്ഹ് ചെയ്തുകൊണ്ട് സുഹൈർ ബിൻ അബി സലമ തന്റെ മുഅല്ലഖയിൽ പരാമർശിക്കുന്നുണ്ട്. മിൻ അബ്റസി അബ്താലി ഹർബ് ദാഹിസ് വൽ അബ്ര. ദാഹിസ് വൽ അബ്ര യുദ്ധത്തിലെ ഏറ്റവും പ്രധാനിയായിട്ടുള്ള ഹീറോ എന്ന് പറയുന്നത് അൻതർത്ത് ബിൻ ഷദ്ദാദ് അബ്സിയാണ്. മറ്റൊരു യുദ്ധമാണ് ഹർബുൽ ഫിജാർ.
ഹിയ സിറാഉൻ വഖഅ ഫിൽ ജാഹിലിയ ബൈന ഖബീലത്തൈ ഖുറൈശ് വ കിനാന മിൻ ജിഹ വ ഖബായിൽ കൈസ് ഈലാൻ മിൻ ജിഹത്തിൻ ഉഖ്റ. ജാഹിലിയ കാലഘട്ടത്തിൽ രണ്ട് ഗോത്രങ്ങൾക്കിടയിൽ നടന്ന യുദ്ധമാണ് ഹർബുൽ ഫിജാർ. ഒരു ഭാഗത്ത് ഖുറൈശ് കിനാന ഗോത്രം, മറുവശത്ത് കൈസ് ഈലാൻ. വസുമ്മിയത് ബിൽ ഫിജാർ ലിഇൻതിഹാക്കി ഹുർമാത്തുൽ അശ്ഹുറുൽ ഹുറും. യുദ്ധം നിഷിദ്ധമാക്കപ്പെട്ട മാസത്തിലെ പവിത്രത ഇല്ലാതാക്കിയതിന്റെ പേരിലാണ് അൽ ഫിജാർ എന്ന പേര് തന്നെ ഹർബുൽ ഫിജാറിന് ലഭിച്ചിട്ടുള്ളത്. അന്ന ഹാദിഹിൽ ഹർബ് ഖദ് മറത് ബി അർബഇ ജൂലാത്ത്. 4 വട്ടങ്ങളായിട്ടാണ് ഈ ഒരു യുദ്ധം സംഭവിച്ചിട്ടുള്ളത്. അസ്ബാബു ഹുദൂസിയൽ മുഖ്തലിഫ ഫി കുല്ലി മറ. ഓരോ പ്രാവശ്യവും വ്യത്യസ്ത കാരണങ്ങളാണ് ഇതിനിടയാക്കിയിട്ടുള്ളത്. ഹാദിസത്ത് സൂഖ് ഉക്കാൽ. ഒന്നാമത്തെ കാരണമാണ് ഉക്കാല ചന്തയിലെ സംഭവം. ഹദസത്ത് മുഷാദ ബൈന ബദർ ബിൻ മാഷറുൽ കനാനി വൽ അഹീമർ ബിൻ മാസിനിൽ ഹുവാസിനി ഫി സൂഖ് ഉക്കാൽ. ഒരിക്കൽ അഹീമർ ബിൻ മാസിൽ ഹുവാസിനി ഉക്കാല ചന്തയിൽ പോയ സമയത്ത് അവിടെ ബദർ ബിൻ മാഷറുൽ കിനാനി കാല് ഒക്കെ നീട്ടിവെച്ചുകൊണ്ട് വളരെ അഹങ്കാരത്തോടു കൂടി അദ്ദേഹം പറയുകയുണ്ടായി, ഞാനാണ് അറബികളിൽ ഏറ്റവും ഇസ്സത്തുള്ളവൻ. എന്നേക്കാൾ ഇസ്സത്തുണ്ട് എന്ന് ആരെങ്കിലും വാദിക്കുകയാണെങ്കിൽ അവനെ ഞാൻ കൊന്നുകളയും. ഇത് കേട്ട സമയത്ത് അഹീമർ ബിൻ മാസിൽ ഹുവാസിനിക്ക് ദേഷ്യം വരികയും ബദർ ബിൻ മാഷറുൽ കിനാനിയുമായിട്ട് വാക്ക് തർക്കമുണ്ടാവുകയും ചെയ്തു. വശബ്ബഹതു ബിൽ ഹർബ് ലാക്കിന്നഹ ലം തസിൽ ഇലൽ ഖിതാലുൽ കബീർ. യുദ്ധത്തിനോട് സാദൃശ്യമുണ്ടായെങ്കിൽ കൂടി വലിയൊരു യുദ്ധത്തിലേക്കൊന്നും ഇത് നയിച്ചിട്ടില്ല. രണ്ടാമത്തേത് തറലു ലി ഇമ്രത്തിൻ ഹുവാസിനിയ. ഹുവാസിനിയ ഗോത്രത്തിലുള്ള ഒരു സ്ത്രീയുമായിട്ടുള്ള ആക്രമണം. ഖാമ ഫിത്യതു മിൻ ഖുറൈശ് ബിത്തഅറുലി ലി ഇമ്രത്തിൻ മിൻ ഹുവാസിൻ ഫന്തലഅത് ഹർബു ബൈനൽ ഖബീലത്തൈൻ ഖബ്ല അൻ തുഹില്ലൽ മുഷ്കില. ഉക്കാല ചന്തയില് ഹുവാസിനിയ ഗോത്രത്തിലുള്ള ഒരു സ്ത്രീ ഇരിക്കുകയായിരുന്നു. ആ സമയത്ത് ഖുറൈശികളിലെ കുറച്ച് യുവാക്കൾ പോയി അവരോട് മുഖം കാണിക്കാൻ വേണ്ടി പറയുന്നു. ആ ഒരു സ്ത്രീ വിസമ്മതിക്കുന്നു. പിന്നീട് വളരെ മോശമായി പെരുമാറുകയും ആക്രമിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ആ ഒരു പ്രശ്നം പരിഹരിക്കുന്നതിന് മുമ്പ് തന്നെ യുദ്ധത്തിന് കാരണമാവുകയും വലിയൊരു യുദ്ധം നടക്കുകയും ചെയ്യുന്നു. നിസാഉൻ അലാ ദൈൻ. മൂന്നാമത്തേത് കടത്തെ ചൊല്ലിയുള്ള ഒരു തർക്കമാണ്. ഹദസ നിസാഉൻ ബിസബബി മുതാലബത്തി റജുലുൻ മിൻ ഹുവാസിൻ ബിദൈനി അലാ റജുലുൻ മിൻ കിനാന. ഇവിടെ ഹുവാസിൻ ഗോത്രത്തിൽ നിന്നുള്ള ഒരാള് കടം ചോദിക്കുകയാണ് അലാ റജുലുൻ മിൻ കിനാന, കിനാന ഗോത്രത്തിൽ നിന്നുള്ള ഒരാളോട്. കിനാന ഗോത്രത്തിലുള്ള ആൾക്ക് കൊടുത്ത കടം തിരിച്ചു ചോദിക്കുന്ന സമയത്ത് ഉണ്ടായ കോപവും പിന്നീട് തർക്കവുമാണ്. ലം യസ്തതിർ സദാദുഹ. പറഞ്ഞ തീയതിക്ക് തന്നെ കടം തിരിച്ചു കൊടുക്കാത്തതും അത് വൈകിയത് കാരണമാണ് ഈ ഒരു യുദ്ധം ഉണ്ടാകുന്നത്. മിമ്മ അദ്ദ ഇല ഇഖ്തിതാലി ബൈന തൊർഫൈൻ. 2 വിഭാഗങ്ങൾക്കിടയിലും ഒരു വാക്ക് തർക്കത്തിനും യുദ്ധത്തിനും ഇടയായി. നാലാമത്തേത് നിസാഉൻ അലാ കാഫില. യാത്രാ സംഘത്തെ ചൊല്ലിയുള്ള തർക്കമാണ്. നശബ കിതാലുൻ ബൈന കിനാന വ കൈസ് ഈലാൻ ഹൗല കാഫിലത്തുൻ തുജാരിയ. കച്ചവട സംഘത്തെ ചൊല്ലിയുള്ള കിനാന ഗോത്രത്തിന്റെയും കൈസ് ഈലാൻ ഗോത്രത്തിനും ഇടയിലുള്ള യുദ്ധമാണ്. ഇവിടെ നുഅ്മാൻ ബിൻ മുൻദിർ എല്ലാ വർഷവും ഉക്കാല ചന്തയിലേക്ക് കസ്തൂരി, പട്ട്, സുഗന്ധദ്രവ്യങ്ങൾ നിറച്ച ഒട്ടകത്തിന്റെ യാത്രാ സംഘങ്ങളെ അയക്കുമായിരുന്നു. അദ്ദേഹം പോകുമായിരുന്നു കച്ചവട ആവശ്യത്തിനു വേണ്ടി. ഒരിക്കൽ ഈ ഒരു സമയത്ത് അദ്ദേഹം അറബികളുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ ഏർപ്പെടാൻ അവസരം കിട്ടി. അങ്ങനെ ഈ യാത്രാ സംഘത്തിനെ ഏൽപ്പിക്കാൻ ഒരാളെ കിട്ടാതായി. നുഅ്മാൻ ബിൻ മുൻദിർ ആളുകളെ അന്വേഷിച്ചു. ആ ഒരു സമയത്ത് ബറാൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു, ഞാൻ കിനാന ഗോത്രത്തിൽ നിന്ന് സംരക്ഷണം നൽകാമെന്ന്. അദ്ദേഹത്തിന്റെ ഗോത്രമായിട്ടുള്ള കിനാന ഗോത്രത്തിൽ നിന്ന് സംരക്ഷണം നൽകാമെന്ന്. ആ ഒരു സമയത്ത് നുഅ്മാൻ ബിൻ മുൻദിർ പറയുന്നുണ്ട്, എനിക്ക് സംരക്ഷണം നൽകേണ്ടത് നജ്ദിന്റെയും തിഹാമയുടെയും ഇടയിൽ നിന്നാണ്. അങ്ങനെ ഉർവത്തുർ റഹാൽ പറയുന്നു, ഈ തിഹാമയിൽ നിന്നും നജ്ദിൽ നിന്നെല്ലാം സംരക്ഷണം നൽകിക്കൊണ്ട് ഈ ഒരു യാത്രാ സംഘത്തെ ഞാൻ ഉക്കാല ചന്തയിലേക്ക് കൊണ്ടുപോകാം. ആ ഒരു സമയത്ത് ബറാൽ വീണ്ടും എഴുന്നേറ്റ് നിൽക്കുന്നു. എന്നിട്ട് ചോദിക്കുന്നു, കിനാന ഗോത്രത്തിൽ നിന്ന് ഉർവയ്ക്ക് സംരക്ഷണം നൽകാൻ കഴിയുമോ? ഉർവ തിരിച്ചു മറുപടി പറയുന്നു, കിനാന ഗോത്രത്തിൽ നിന്നും എനിക്ക് സംരക്ഷണം നൽകാൻ കഴിയും. അങ്ങനെ ബറാൽ വളരെ കോപിതനാകുന്നു. പിന്നീട് ഉർവത്തുർ റഹാല് ഈ ഒരു യാത്രാ സംഘവുമായിട്ട് ഈ ഒട്ടകത്തിന്റെ
ഈ ഒരു സംഘവുമായിട്ട് ഉക്കാവ ചന്തയിലേക്ക് പോകുന്ന വഴി ബറാല് അവരെ പിന്തുടരുകയും ഉർവത്തു റഹാലിനെ കൊല്ലുകയും ചെയ്യുന്നു. ഈ ഒരു യുദ്ധം വലിയൊരു യുദ്ധത്തിലേക്ക് ഇടമായിട്ടുണ്ട്, കാരണമാക്കിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പങ്കെടുത്തത് ഈ അവസാനത്തെ സംഭവവുമായി ബന്ധപ്പെട്ടാണെന്ന് പറയപ്പെടുന്നുണ്ട്. അൽ ഹർബുൽ വഹീദ് അല്ലദീ ഷാറക ഫീഹി റസൂലുള്ളാഹി ഫിൽ അസ്രിൽ ജാഹിലി വ ഉംറുഹു 15 സന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജാഹിലിയ കാലഘട്ടത്തിലെ പങ്കെടുത്ത ഒരേ ഒരു യുദ്ധം ഹർബുൽ ഫിജാർ ആണ്. നബിക്ക് 15 വയസ്സായിരുന്നു പ്രായമുണ്ടായിരുന്നത്. മറ്റൊരു യുദ്ധമാണ് ഹർബു ദീഖാർ. അൽ ഖിതാലു ബൈനൽ അറബ് വൽ ഫുർസ്. പേർഷ്യക്കാർക്കും അറബികൾക്കും ഇടയിൽ നടന്നൊരു യുദ്ധമാണ് ഹർബു ദീഖാർ. വഖഅതു ഫീ മിൻതഖതി ദീഖാർ ബിൽ ഇറാഖ്. ഇറാഖിലെ ദീഖാർ എന്ന പ്രദേശത്തായിരുന്നു ഹർബു ദീഖാർ ഉണ്ടായിരുന്നത്. ഇൻതഹദ് ബിൻതിസാൽ അറബ്. അറബികളുടെ വിജയം കൊണ്ടാണ് ഈ ഒരു യുദ്ധം അവസാനിക്കുന്നത്. ആമൻ നുഅ്മാൻ ബിൻ മുൻദിർ ബിഖത്ലി അദി ഇബ്നു സെയ്ദ്. നുഅ്മാൻ ബിൻ മുൻദിർ അദി ഇബ്നു സെയ്ദിനെ കൊല്ലുന്നു. പിന്നീട് ഖാമ സെയ്ദ് ഇബ്നു അദി ഇബ്നു സെയ്ദ് ബി ഈഗാരി സദ്രി കിസ്ര അല നുഅ്മാൻ ബിൻ മുൻദിർ ബിസബ്ബി മഖ്തലി വാലിദിഹി. തന്റെ പിതാവിനെ കൊന്ന പ്രതികാരം തീർക്കാൻ വേണ്ടി മകനായിട്ടുള്ള സെയ്ദ് ബിൻ അദിയെ നുഅ്മാൻ ബിൻ മുൻദിറിനെ കൊല്ലുന്നു. അതുപോലെ തന്നെ നുഅ്മാൻ ബിൻ മുൻദിറിനെ കൊല്ലുകയല്ല, പ്രതികാരം തീർക്കുന്നു. ഇസ്തസ്ലമ നുഅ്മാൻ ലി കിസ്ര അല്ലദീ സജ്ജനഹു സുമ്മ ഖതലഹു. ഇത് കേട്ട പ്രതികാരം തീർക്കുന്ന അറിഞ്ഞ സമയത്ത് നുഅ്മാൻ ബിൻ മുൻദിർ ഷെയ്ബാനി ഗോത്രത്തിലുള്ള ഒരാളുടെ അടുത്ത് പോയിട്ട് അഭയം പ്രാപിക്കുന്നുണ്ട്. അവസാനം കിസ്ര രാജാവിന് നുഅ്മാൻ ബിൻ മുൻദിർ കീഴടങ്ങുന്നു. അങ്ങനെ നുഅ്മാൻ ബിൻ മുൻദിറിനെ ജയിലിലടക്കപ്പെടുകയും പിന്നീട് കൊല്ലുകയും ചെയ്യുന്നു. അർസല കിസ്ര ഇലാ ഹാനി ബിൻ മസ്ഊദ് ഷെയ്ബാനി യുത്ലബു മിൻഹു തസ്ലീം വദിഅത്തു നുഅ്മാൻ അഹ്ലുഹു വമാലുഹു വസിലാഹുഹു അല്ലത്തി ഔദഅ ഇൻദഹു. നുഅ്മാൻ ബിൻ മുൻദിർ അഭയം പ്രാപിച്ച ഹാനി ബിൻ മസ്ഊദ് ഷെയ്ബാനിയുടെ അടുക്കിലേക്ക് കിസ്ര രാജാവ് ഒരാളെ അയക്കുന്നു, അദ്ദേഹത്തിന്റെ സൂക്ഷിപ്പ് വസ്തുക്കളെല്ലാം തിരിച്ചു കൊണ്ടുവരാൻ പറഞ്ഞിട്ട്. റഫല ഹാനി തസ്ലീമുൽ വദിഅ. എന്നാൽ നുഅ്മാൻ ബിൻ മുൻദിർ സൂക്ഷിപ്പ് വസ്തുക്കളായി നൽകിയ കാര്യങ്ങളൊന്നും ഹാനി ബിൻ മസ്ഊദ് നൽകാൻ വിസമ്മതിച്ചു. മിമ്മാ ദഫഅ കിസ്ര ഇലൽ ഗളബ്. ഇത് കിസ്ര രാജാവിന് ദേഷ്യം വരികയും വതജ്ഹീസ് ജയ്ഷുൽ ഇസ്തിസാലി ബനി ഷെയ്ബാൻ. ബനു ഷെയ്ബാൻ ഗോത്രത്തിനെ ഇല്ലാതാക്കാൻ ഒരു സൈന്യത്തെ തന്നെ സജ്ജമാക്കുകയും ചെയ്തു. ഇസ്തജാറ ബനു ഷെയ്ബാൻ ബി ഖബാഇലി ബിക്ർ ബിൻ വാഇൽ മിമ്മാ അദ്ദാ ഇലാ തഹാലിഫ് അറബിയുൻ ലിദ്ദുൽ ഫുർസ്. ഇതാണ് അറബികൾക്ക് പേർഷ്യക്കാർക്കെതിരെ യുദ്ധം പുറപ്പെടുവിക്കാൻ കാരണമായത്. ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ഹാദാ അവ്വലു യൗമിൻ ഇൻതസഫത് ഫീഹിൽ അറബു മിനൽ അജം വബി നസറു. ഇന്നേ ദിവസമാണ് അനറബികളിൽ നിന്ന് അറബികൾ വിജയിച്ചിട്ടുള്ളത്. വബി നസറു, എന്നെ കൊണ്ടാണ് അവർ വിജയിച്ചിട്ടുള്ളത്. മറ്റൊരു ഭാഗമാണ് അൽ മമാലികു ഫി ജസീറത്തുൽ അറബ്. ജസീറത്തുൽ അറബിയിലെ സാമ്രാജ്യങ്ങൾ. മംലക്കത്തുൽ മുനാദിറ, മംലക്കത്തുൽ ഗസാസിന, മംലക്കത്തു കിന്ദ. മംലക്കത്തുൽ മുനാദിറ. മുനാദിറ മംലക്കയുടെ ആസിമത്ത് വരുന്നത് ഹീറയാണ്. വഹും മിൻ ഖബീലത്തി ലഹ്മുൽ യമനിയ. യമനിന്റെ ലഹ്മു ഗോത്രക്കാരാണ് അവർ. അൽ മലിക്കുൽ അവൽ. ആദ്യത്തെ രാജാവ് എന്നറിയപ്പെടുന്നത് അംർ ബിൻ അദിയാണ്. മംലക്കത്തുൽ മുനാദിറയിലെ അവസാനത്തെ രാജാവ് എന്നറിയപ്പെടുന്നത് നുഅ്മാൻ ബിൻ മുൻദിറാണ്. അദ്ദേഹത്തിന്റെ കുഞ്ഞിയത്താണ് അബൂ കാബൂസ് എന്ന്. അബ്റസ് ഷുറാഉ മംലക്കത്തുൽ മുനാദിറ. മംലക്കത്തുൽ മുനാദിറയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കവികളാണ് ഇംറുൽ ഖൈസ്, അഴ്ഷ, ലബീദ് ബിൻ റബീഅ, ത്വർഫത്ത് ബിൻ അബ്ദ്, അംർ ബിൻ കുൽസൂം. എന്നാൽ ഇവരിലൊക്കെ ഏറ്റവും പ്രധാനി അന്നാബിയത്തു ദുബിയാനിയാണ്. മംലക്കത്തുൽ ഗസാസിന ഹും മിൻ ഖബാഇലിൽ അസ്ദുൽ യമനിയ. യമനിലെ അസ്ദ് ഗോത്രക്കാരാണ് മംലക്കത്തുൽ ഗസാസിനക്കാർ. നസലു അലാ മാഇൻ യുസമ്മ ഗസാൻ. ഗസാൻ എന്ന് പറയുന്ന ഒരു തടാകത്തിന്റെ അടുത്താണ് അവർ വന്നിറങ്ങുന്നത്. പിന്നീട് അവിടെ സാമ്രാജ്യം കെട്ടിപ്പടുക്കുന്നു. മുഅസ്സിസ് ദൗലത്തുഹും ഹുവ ജഫ്ന ബിൻ അംർ. ഗസാസിന മംലക്കയുടെ സ്ഥാപകനായി അറിയപ്പെടുന്നത് ജഫ്ന ബിൻ അംറാണ്. അതുകൊണ്ടാണ് ആല് ജഫ്ന എന്നറിയപ്പെടുന്നത്. ആഖിർ മുലൂക്കിഹിം, അവരിലെ അവസാനത്തെ രാജാവ് ജബല ബിൻ ഐഹം ആണ്. യുഅ്തബറു അഅ്ലമു മുലൂക്കി ഗസ്സാൻ വ അഷ്ഹറുഹും അൽ ഹാരിസ് ബിൻ ജബല. ഗസ്സാൻ രാജാക്കന്മാരിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും മഹത്വമേറിയതും അൽ ഹാരിസ് ബിൻ ജബലയാണ്.
അബദ് ഷുറ വല്ലദീന ജാറു ബിലാത്തുൽ ഖസാസിന, ഖസാസിന കൊട്ടാരങ്ങൾ സന്ദർശിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികളാണ് ലബീദ് ബിൻ റബിയ, അന്നാബിയത്ത് ദുബ്യാനി, ഹസാൻ ബിൻ സാബിത്ത്. ഇവരെല്ലാം ഖസാസിന രാജാക്കന്മാരുടെ കവികളായിരുന്നു. അവസാനത്തെ മംലക്കയാണ് മംലക്കത്തു കിന്ദ. മംലക്കത്തു കിന്ദ കബീലത്തുൻ യമനിയത്തുൽ അസ്ല്. യഥാർത്ഥത്തിൽ യമനി അസ്ലുള്ള ഒരു കബീല തന്നെയാണ് മംലക്കത്തു കിന്ദ. ഹാജറത്തുൽ കബീല മിൻ ജനൂബിൽ ജസീറത്തുൽ അറബിയ. എന്നാൽ ജസീറത്തുൽ അറബിയയുടെ തെക്ക് ഭാഗത്ത് നിന്ന് അവർ ഷമാലിലേക്ക് വരുന്നു. സുമ്മ കവ്വനത് മംലക്കത്തുൻ കവിയ ഫി നജ്ദ്. പിന്നീട് നജ്ദില് ശക്തിയായിട്ടുള്ള ഒരു സാമ്രാജ്യം പണിതുയർത്തുന്നു. അവ്വലു മുലൂക്ക് കിന്ദ ഹുവ ഹജർ ബിൻ അമ്ര. ആദ്യത്തെ കിന്ദയിലെ രാജാവായി അറിയപ്പെടുന്നത് ഹജർ ബിൻ അമ്രാണ്. അദ്ദേഹത്തിന്റെ ലഖബ് ആക്കിലുൽ മുറാറാണ്. ഇത്രയാണ് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. ശുക്രൻ.